അത് അവരാണ് ആലോചിക്കേണ്ടത്, നമ്മളാരും നിർബന്ധിച്ചതല്ലല്ലോ. അവർക്ക് ആലോചന നടത്തി ഒരു യുക്തമായ തീരുമാനം വേഗത്തിൽ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക. സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രി 3 തവണ അവരെ വിളിച്ച് സംസാരിച്ചു. കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി വിളിച്ചു. ഇതിലപ്പുറം ഒരു ഗവൺമെന്റിന് എന്താ ചെയ്യാനുള്ളത്? ആകെ നിങ്ങളാണ് ആലോചിക്കുക, ആകെ ആശാ ജീവനക്കാർ വർക്കേഴ്സിൽ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് ഈ സമരത്തിലുള്ളത്. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ബോധ്യമാകുന്നു. ഈ ഒരു ചെറിയ പെർസെന്റേജിന് ബോധ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുറ്റ. അല്ലെങ്കിൽ ഭൂരിപക്ഷം തൊഴിലാളികൾ സമരത്തിലായിരുന്നെങ്കിൽ സർക്കാരിനും അവരുടെ നിലപാട് ഇതുവരെ ആയിരിക്കില്ലല്ലോ. അതില്ലല്ലോ. ഭൂരിപക്ഷ ട്രേഡ് യൂണിയനുകൾ സർക്കാരുമായി ചർച്ച ചെയ്തു. അവർ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിച്ചു, അംഗീകരിച്ചു. സാധാരണ നിലയിൽ ഒരു തൊഴിൽ പ്രശ്നം വന്നാൽ അങ്ങനെയാണ് തീർക്കുക. ഞങ്ങളൊക്കെ എത്രമാത്രം ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയതാ. അതിനെക്കുറിച്ച് അറിവില്ലായ്മയാണോ അതല്ല ആരുടെയെങ്കിലും നിർബന്ധ ബുദ്ധി കൊണ്ട് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇൻസെന്റീവ് വർധനയല്ല, പകരം ഓണറേറിയം വർധനവാണ് വേണ്ടത്. കേന്ദ്രത്തിൽ നിന്നല്ല സംസ്ഥാനത്തു നിന്നാണ് അത്തരത്തിലുള്ള വർധനവ് വേണ്ടതെന്നാണ്. അതായത് 27,000-ഓളം ആശാ വർക്കേഴ്സിൽ 300 ചില്ലാൻ ആളുകളാണ് ഇപ്പോൾ ജോലിയിൽ വരാതിരിക്കുന്ന, ഈ സമരത്തെ അനുകൂലിക്കുന്നവരുള്ളതായി സർക്കാരിന്റെ കണക്കിലുള്ളത്. അങ്ങനെയുള്ള ഒരു പിടിവാശി ഇവർ പിടിക്കേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ളവരും അതേപോലെ തന്നെയല്ലേ? ഈ പിടിവാശി കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള രാഷ്ട്രീയ വാശിയാണ്, മറ്റൊന്നുമല്ല. സംസ്ഥാന സർക്കാരിന് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില എന്താണ്? അവരുടെ തൊഴിൽ അവസ്ഥ എന്താണ്? ഇതൊക്കെ അവരാലോചിക്കേണ്ടതാണ്. അവരാണ് ആലോചിക്കേണ്ടത്. അല്ല, മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ, ആകാവുന്നത്ര ഗവൺമെന്റ് ഇടപെട്ടു. ഇനി തീരുമാനമെടുക്കേണ്ടത് സമരക്കാരാണ്. സമരക്കാർക്കിടയിൽ തീരുമാനമെടുക്കണമെന്ന താല്പര്യമുള്ളവരുണ്ട്, ചില വാശിക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരാരും ഞങ്ങളുമായി ഒരു നയതന്ത്ര ബന്ധമില്ല. സമരത്തിന് മുമ്പ് അവരാലോചിച്ചില്ല എന്നുള്ളത് പോട്ടെ. സമരത്തിൽ വന്നതിന് ശേഷം സഹോദര സംഘടനകൾ എന്ന നിലയിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണമെന്നോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് ഞങ്ങളുമായി സഹകരിക്കണമെന്നോ ഒരു അഭ്യർത്ഥനയും ഞങ്ങളോട് ആരോടും അവർ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും. അങ്ങനെ അവർ ആലോചിക്കുന്നേ ഇല്ല. മുഖ്യമന്ത്രിക്കും LDF ഗവൺമെന്റിനുമെതിരെ രാഷ്ട്രീയ പ്രചരണം തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇത് പുതിയതല്ല. അതൊന്ന് പറയും, വേറെ ഒന്ന് പറയും. അത് രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ള പ്രചാരവേല മാത്രമാണ്, മറ്റൊരു കാര്യമില്ല. ഇന്ത്യ ഗവൺമെന്റ് രാഷ്ട്രീയ എതിരാളികളെ ക്രൂശിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു. ഡൽഹിയിൽ ആം ആദ്മി ഗവൺമെന്റിനെതിരെ, തമിഴ്നാട്ടിൽ DMK-ക്കെതിരെ, കേരളത്തിൽ LDF-നെതിരെ, എല്ലാ കേന്ദ്ര ഏജൻസികളും രാഷ്ട്രീയ ആയുധങ്ങളാണ്. നിയമപ്രകാരമല്ല അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു അത്ഭുതമില്ല. രാഷ്ട്രീയമായി നേരിടും. വേറൊരു പ്രശ്നമില്ല. ഒരു ഭീതിയോ അല്ലെങ്കിൽ ആശങ്കയോ ഞങ്ങൾക്കില്ല. ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുള്ളത്.